ക്യാൻ കാനഡ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിൽ വിസകളുമൊക്കെ മോഹിച്ചാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കാനഡയിലെത്തുന്നത്. വിദ്യാർത്ഥി വിസ എന്നത് പലർക്കും കുടിയേറ്റത്തിനുള്ള പാസ്പോർട്ട് കൂടിയാണ്. പണ്ടൊക്കെ സ്റ്റുഡന്റ് വിസയിൽ എത്തുന്നവർക്ക് ലളിതമായ നടപടികളിലൂടെ സ്ഥിരതാമസത്തിനും ജോലിക്കുമുള്ള വിസ സ്വന്തമാക്കാനാകുമായിരുന്നു. കാലം മാറി, കഥ മാറി. കാനഡയിൽ പുറത്തുനിന്നെത്തുന്ന വിദ്യാർത്ഥികൾ സമ്മർദ്ദമായി. താമസ സൗകര്യങ്ങൾ കുറഞ്ഞു. പാർപ്പിട മേഖലയിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നതോടെ വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി കനേഡിയൻ കുടിയേറ്റ മന്ത്രി മാർക്ക് മില്ലറും എത്തി. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇതെങ്ങനെ ബാധിക്കും? നാടും വീടും നാട്ടുകാരെയും ഒക്കെ വിട്ട് കടലിനക്കരെ എത്തുന്നവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നുണ്ടോ? അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കടുപ്പിച്ച് കാനഡ. ഇന്നത്തെ എന്റെ അതിഥികൾ കാനഡയിൽ നിന്നുള്ള യൂട്യൂബ് ഇൻഫ്ലുവൻസർ ലുബന ജിഫിൻ, കാനഡയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും 24ന്റെ ഭാഗം കൂടിയായിരുന്ന വൈശാഖ് ശ്രീധരനും മീനു ചേലാടൻ ജോണിയും ആണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം അതിഥികളിലേക്കാണ്, ശ്രീമതി ലുബ്നയിലേക്കാണ്. ഈ വിദ്യാർത്ഥികൾക്കുള്ള കുടിയേറ്റ നിയമങ്ങളും ഒക്കെ അതത് സമയത്ത് യൂട്യൂബിലൂടെ വിശദീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ മാർക്ക് മില്ലറിന്റെ പ്രഖ്യാപനം, അദ്ദേഹം പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ വരവ് അതിനെ ചൂഷണം ചെയ്യുന്ന നിരവധി പേരുണ്ട്, ഈ മേഖലയിൽ നിരവധി പുഴുക്കുത്തുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനായാണ് ഈ പെർമിറ്റ്, സ്റ്റുഡൻറ് പെർമിറ്റ് കുറയ്ക്കുന്നത്. അത് ഈ വർഷം 35%, അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒരു 10% കൂടെ കുറയ്ക്കും എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറമായി കാനഡയിൽ നിരവധി സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ ഈ പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നു എന്ന കാരണങ്ങളും കൂടിയുണ്ട്. ഈ പറയുന്ന നിയമം കൂടുതലായി ഒന്ന് വിശദീകരിക്കുമോ? തീർച്ചയായും. ഈ ജനുവരി 2024 മുതൽ ഒട്ടനവധി മാറ്റങ്ങളും പ്രഖ്യാപനങ്ങളും IRCCയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്തായിട്ട് അതായത് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 18 വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അത് നിലവിലെ വിദ്യാർത്ഥികളെയും ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികളെയും ഒരു അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് PGWP കിട്ടും. അതായത് 3 വർഷം സ്റ്റേ ബാക്ക് ഉള്ള PGWP കിട്ടും. പക്ഷെ ഇനി നവംബർ 1, 2024 മുതൽ പുതിയ റൂളിംഗ് വരുന്നതനുസരിച്ച് PGWP കിട്ടണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അതായത് IELTS, PTE, സെൽപിപ്പ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടെസ്റ്റും കൂടി മാൻഡേറ്ററി ആണ് എന്നുള്ളൊരു റെഗുലേഷൻ ആണ് സെപ്റ്റംബർ 18 അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വരാൻ അത് കൃത്യമായ ഒരു ഡേറ്റ് തന്നിട്ടില്ല. അതായത് ഇനി പഠിത്തം കഴിഞ്ഞ് PGWPക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഠിച്ച ഫീൽഡും ലോങ് ടേം ഷോർട്ടേജ് ഉള്ള ഒക്യുപ്പേഷൻസുമായി ലിങ്ക്ഡ് ആണെങ്കിൽ മാത്രമേ PGWP ഇഷ്യൂ ചെയ്യൂ എന്നൊരു റൂളിംഗ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി അപ്ഡേറ്റ്സ് ഇങ്ങനെ മേ ബി പറയാൻ എവറി 2 വീക്സ് ഇങ്ങനെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്റ്റഡി പെർമിറ്റിന്റെയും എല്ലാത്തിന്റെയും റിലേറ്റഡ് ആയിട്ട്. ആൻഡ് അവർ പറയുന്നതും ഇത് തന്നെയാണ്, ബാഡ് ആക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതെ, ലുബ്ന, ഇത് ഒരു സംശയം കൂടെ അതിനോട് അനുബന്ധമായിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ ആയിരിക്കും? അത് ഈ ബിരുദ പഠനത്തിനായി എത്തുന്നവരുണ്ട്, ചിലർ പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നുള്ള ധാരണയിൽ ഈ ചെറിയ 6 മാസമൊക്കെയുള്ള ഷോർട്ട് ടേം കോഴ്സുകൾക്ക് വരുന്നവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുക്കുന്നതിനായി ഒക്കെ കാനഡയിൽ എത്തുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാവരും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി ഈ ലാംഗ്വേജ് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ കോളേജ് സ്റ്റുഡൻസിന് CLB-5 മറ്റേ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് CLB-7. അത് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് എന്നാണ് പറയുന്നത്. അതനുസരിച്ചാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അഫക്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പഠിച്ച ഫീൽഡും ഡിമാൻഡുള്ള ഒക്യുപ്പേഷനുമായി ലിങ്ക് ആകണം എന്നൊരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല അറ്റ് ദ മൊമെന്റ്. ഓൾസോ അത് ഏത് ഡേറ്റ് മുതലാന്ന് പറയുന്നില്ല. അത് നിലവിലെ വിദ്യാർത്ഥികളെ ബാധിക്കുമോ അതോ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കാണോ അതെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല അറ്റ് ദ മൊമെന്റ്. ലേറ്റർ ദിസ് ഫോൾ, അതായത് ഫോൾ എന്ന് പറഞ്ഞ ഒരു നമ്പറോടുകൂടെ ഫോൾ ഉണ്ടാകും. ആ സമയത്തിനുള്ളിൽ എല്ലാം കൺഫർമേഷൻ വരും. പക്ഷെ അതൊരു ഡെഫിനറ്റ് ഡേറ്റ് ഇല്ലാത്ത കാരണം
ഇപ്പൊ കറന്റ്ലി ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ഇപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ആൻഡ് ട്യൂഷൻ ഫീ അത് ഓരോ സെമസ്റ്ററിലും ഇങ്ങനെ കൂടി കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു റെഗുലേഷൻ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നന്നായി ഒരു ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ടാണ് കാനഡയിലേക്ക് വന്നത്. ഞാനൊരു 2 വർഷം മുന്നേ പഠിക്കുന്ന സിറ്റുവേഷനും ഇപ്പോഴത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റും വളരെ ടഫറുമാണ് ഇപ്പൊ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ. ശരി, താങ്ക് യു. വൈശാഖും മീനുവും 24-ന്റെ ഭാഗമായിരുന്നു. പൂർണ്ണസമയം 24-നൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല രീതിയിൽ നിങ്ങൾ 24-ന്റെ ഭാഗമാവുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ ഡയലോഗിലൂടെ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വൈശാഖ്, ഈ നിയമങ്ങളൊക്കെ ഇത്രയും സ്ട്രിക്റ്റ് ആകുന്നതിന് മുമ്പാണ് വൈശാഖ് അവിടെ എത്തുന്നത്. അതിനുശേഷമാണ് മീനു എത്തുന്നത്. അപ്പോൾ മീനു എത്തുന്നതിനേക്കാൾ മുൻപെത്തിയ വൈശാഖിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? ഇപ്പോൾ നിരവധി സ്റ്റുഡൻസ് ഇപ്പോൾ പോകുന്നവർ എന്നോട് പറയുന്നുണ്ട്, അവർക്ക് താമസ സൗകര്യം പല പ്രവിശ്യകളിലും വലിയ പാടാണ്. ഈ അടിക്കിയതുപോലെയാണ് പലപ്പോഴും ഡോർമിറ്ററികളിൽ സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഒക്കെ കണ്ട് വളരെ നല്ല സാഹചര്യങ്ങളാണ്, മനോഹരമായ ഭൂപ്രകൃതിയും ഒക്കെ സ്വപ്നം കണ്ട് അവിടെ എത്തുന്ന കുട്ടികളാണ് ഈ പറയുന്ന ഡോർമിറ്ററികളിൽ അടുക്കിയതുപോലെ വളരെ മോശം ജീവിത സാഹചര്യങ്ങളിൽ കഴിയേണ്ടതായിട്ട് വരുന്നത് എന്ന് പലരും പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാഹചര്യങ്ങളും ഇന്നത്തെ ആ സാഹചര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈ പറയുന്ന സ്റ്റുഡൻസിന് തന്നെ ഒരു ജോലി ചെയ്ത്, ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുന്നതിനൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കൊന്നും ജോലി കൊടുക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നും കേൾക്കുന്നു. ക്രിസ്റ്റീന, 2021 വരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാനഡ ഒരു ഡ്രീം ലാൻഡ് ആയിരുന്നു. അതിനുശേഷം കോവിഡിന് ശേഷമാണ് ഇത്രയധികം മാറ്റങ്ങൾ കാനഡയിൽ സംഭവിച്ചത്. പ്രധാനപ്പെട്ട കാര്യം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് കൂടുതലായിട്ട് വർദ്ധിക്കുകയും പിന്നീട് അത് മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. കാരണം ജോലി കിട്ടാനില്ല, പാർപ്പിടമില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. 2021 വരെ പലരോട് സംസാരിക്കുമ്പോൾ 2021 വരെ ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല നല്ല രീതിയിലായിരുന്നു. 2021 ശേഷമാണ് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് വന്നത്. ഞാൻ 2021 എത്തിയതാണ്. ആ സമയത്ത് ഞാൻ എത്തിയപ്പോൾ തന്നെ കോവിഡിന്റെ പീരീഡ് കഴിഞ്ഞ് എല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ട് അത്യാവശ്യം ജോലി സാഹചര്യം അന്നേരം ഉണ്ടായിരുന്നു. 2022, 23 കാലഘട്ടം ആകുമ്പോഴേക്കും കാനഡ പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യുകയും കുറേ വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്യുകയും ചെയ്തു. അവരുടെ നിലവിലുള്ള സാഹചര്യം എന്താണ്, അതിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കാതെ പൂർണ്ണമായിട്ട് വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള സാഹചര്യമാണ് ഇത്രയും വേഴ്സ്റ്റ് ആക്കിയത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അതിന് പുറമെ തന്നെ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഹൗസിംഗ് അതുപോലെ തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ആ സമയത്ത് പോലും ഗവൺമെന്റ് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൗസിംഗ് മേഖലയിൽ കാര്യമായിട്ട് അത് ബാധിച്ചത്. കാരണം കോർപ്പറേറ്റ് കമ്പനി വലിയ വലിയ കമ്പനികൾ അത് മേടിക്കുകയും പിന്നീട് വലിയ രീതിയിൽ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ വലിയ രീതിയിൽ റെന്റ് ഔട്ട് ചെയ്യുന്ന സാഹചര്യം വന്നു. അതുപോലെ തന്നെ അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി പാർപ്പിടം മാറുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നു. അതാണ് ഈ 2022, 23 കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇപ്പം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല മേഖലകളിലും നമുക്ക് പറയാം സ്വദേശിവൽക്കരണത്തിന്റെ ഒരു ഘട്ടം ഒരു കാനഡയിൽ തുടങ്ങിയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പല കമ്പനികളിലും സമീപിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന കാനഡിയൻ സിറ്റിസൺ ആണ്, PR ഹോൾഡേഴ്സ് ആണ്, പിന്നീട് വരുന്ന വർക്ക് പെർമിറ്റ് ഉള്ളവർക്കാണ്. നമുക്ക് ഇപ്പോൾ തന്നെ പല മേഖലകളും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് കാനഡിയൻ സിറ്റിസൺ ആണോ അല്ലെങ്കിൽ PR ഹോൾഡർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാനും ആ തരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ മാറ്റം കാനഡയ്ക്ക് ഇപ്പോൾ ഒരു നല്ലൊരു മാറ്റം, ഇത് നല്ലൊരു മാറ്റമാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ചില കോഴ്സുകളുണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് തരത്തിലുള്ള ആ കോഴ്സുകളൊക്കെ യാതൊരു തരത്തിലുള്ള നമുക്കൊരു ലോങ് ടേമിൽ ഒരു ബെനിഫിറ്റ് തരാത്ത കോഴ്സുകളാണ്. അത് എത്തി സ്റ്റുഡൻസ് ഇവിടെ എത്തുകയും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരികയും അവർക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ അതേസമയം സ്കിൽഡ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് കനേഡിയൻ എക്കണോമി അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പം സ്കിൽഡ് വർക്കേഴ്സിനെയും അതുപോലെ ഹെൽത്തിനെയും പ്രൊമോട്ട് ചെയ്യേണ്ട. കാരണം അവരുടെ എക്കണോമിക്ക് നിലവിൽ ആവശ്യം അത് തന്നെയാണ്, അല്ലാതെ ഒരു ബിസിനസ് മാനേജ്മെന്റ് പ്രൊഫഷണൽ ആവശ്യമില്ല. കാരണം അത് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റം വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ കാനഡ വരികയും പിന്നീട് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വരുന്നു. കനേഡിയൻസിന് സ്വാഭാവികമായിട്ടും നിലവിലുള്ള റൂളിംഗ് ഗവൺമെന്റിനെതിരെ വലിയ വികാരമുണ്ട്. ആ വികാരം തണുപ്പിക്കാൻ കൂടിയാണ് ഇത്തരം ശക്തമായ മാർഗങ്ങളുമായിട്ട് കാനഡ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2025 നടക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഇലക്ഷനിൽ
അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഒരു ഭരണം ഭരണം ഒരു മാറിയാൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഈ ഇമിഗ്രേഷനെ ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നോളമാണ് ഈ ഇത്തരം നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ശരി. മിനു ഇപ്പോൾ വൈശാഖ് പറഞ്ഞതിൽ ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, സാമ്പത്തികമായ കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ കാരണങ്ങളിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമായ ഒരു കാര്യമാണ്. കാരണം വീണ്ടും ഭരണത്തിലേക്ക് എത്തുക എന്ന മോഹം ജസ്റ്റിൻ ട്രൂഡോയ്ക്കും സർക്കാരിനുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടയിടുന്ന ചില നിയമങ്ങളിലേക്ക് അവർ പോകാതിരിക്കുന്നു. അവർക്ക് സ്വന്തം പൗരന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മറുവശത്ത് നമ്മൾ സാമ്പത്തിക മേഖല നോക്കുകയാണെങ്കിൽ ഈ വൈശാഖ് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നവരെ മതി അവർക്ക്. കാരണം കുടിയേറ്റം എന്ന് പറയുന്നത് എങ്ങനെ കനേഡിയൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താം, അത്തരത്തിലുള്ള തൊഴിലാളികളെ ഇവിടേക്ക് ആഗിരണം ചെയ്യാം എന്നതിലേക്ക് അവർ പോകുന്നു, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലേബർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലുതാണ്. തൊഴിൽ പ്രതിസന്ധി അവിടെ കാര്യമായുണ്ട്. കനേഡിയൻ പൗരന്മാർക്ക് പോലും ജോലി കൊടുക്കാനാകാത്ത ഒരു സാഹചര്യത്തിൽ പുറമേ നിന്നുള്ളവർക്ക് എങ്ങനെ ജോലി കൊടുക്കും എന്ന ഒരു അവസ്ഥയുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ മലയാളി വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം പഠനത്തിനെത്തുന്നവർക്ക് പോലും പാർട്ട് ടൈം ജോലി കിട്ടാതാകുന്നു. അതിനുശേഷം ഒരു സ്ഥിരതാമസത്തിനുള്ള വിസയ്ക്ക് യാതൊരു സാധ്യതയുമില്ലാതെ മടങ്ങി പോകേണ്ടി വരുന്നു. അതാണോ അവസ്ഥ? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഇപ്പൊ പലതരത്തിലുള്ള റെസ്യൂമെ അല്ലെങ്കിൽ ദിവസങ്ങളോളം നമ്മൾ ഫാക്ടറികളിലും ഏജൻസികളിലും ഒക്കെ കയറി ഇറങ്ങിയിട്ടും കാനഡയിൽ വന്നിട്ടൊരു 8 മാസത്തോളം കഴിഞ്ഞാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ 2022 ഡിസംബറിൽ ഇവിടെ എത്തിയ ആളാണ്. വൈശാഖ് അതിന് മുമ്പ് എത്തി, ഞാൻ അതിന് ശേഷമാണ് എത്തിയത്. അപ്പോൾ ഈ 2022 എന്ന് പറഞ്ഞ ആ ഒരു സമയമായപ്പോഴേക്കും ഇവിടെ ഒരുപാട് ലേബർ മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ഈ കുറെ കാലം നമുക്ക് GIC മാത്രം ആശ്രയിച്ചത്, നമ്മൾ നാട്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ പൈസനെ മാത്രം ആശ്രയിച്ച് നമ്മൾ റെന്റ് അടയ്ക്കണം, നമ്മൾക്ക് മറ്റു ഗ്രോസറി ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോ നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിൾ എടുത്ത് നോക്കിയാലും 1.5 വർഷമായിട്ട് ജോലി കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പോ രണ്ടാമത്തെ വർഷത്തെ ഫീസ് ഇപ്പൊ നാട്ടിൽ നിന്നുള്ള ഏജൻസികൾ പറയണ അനുസരിച്ച് ആ ഒരു സമയത്ത് രണ്ടാമത്തെ വർഷത്തെ ഫീസിനെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ അവർ തരുന്ന ഒരു ഉത്തരവുണ്ട്, നമുക്ക് ബ്രേക്ക് എടുക്കാം. 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫീസ് ഉണ്ടാക്കി അടുത്ത വർഷത്തെ ഫീസ് അടയ്ക്കാം എന്നുള്ളതാണ് ഏജൻസികൾ തരുന്ന ഒരു മറുപടി. പക്ഷെ അത് കേട്ടുകൊണ്ട് നമ്മൾ വേറെ ഒരു റിസർച്ച് വർക്കും ചെയ്യാതെ നമ്മൾ ആ ഏജൻസിനെ മാത്രം വിശ്വസിച്ച് ഇവിടെ വരുന്ന കുട്ടികളാണ് ഇതിലൊക്കെ പെടുന്നത്. ഞാനും ഇവിടെ വന്ന് ഫീസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഓക്കെ, ഇപ്പൊ എനിക്കൊരു ഓഗസ്റ്റ് മാസത്തിലാണ് ബ്രേക്ക് തുടങ്ങുന്നതെങ്കിൽ കറക്റ്റ് എനിക്ക് ആ ഒരു മാസം ജോലി കിട്ടിയാൽ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ കുറച്ചെങ്കിലും നടക്കും. പക്ഷെ ഇവിടെ ഇത്ര ഒരു ജോലി കിട്ടാത്ത സാഹചര്യം നിലവിലുള്ളപ്പോൾ ഈ ഒരു കാര്യം നടക്കില്ല. ഇവര് പറയുന്നതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാനഡയിലെ സാഹചര്യം അനുസരിച്ച് വളരെ ശരിയാണ്. പക്ഷെ നിലവിലെ സാഹചര്യം അതല്ല. ഒരുപാട് കാനഡയില് ഇതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇന്ന് ഭേദമില്ലാതെ എല്ലാവർക്കും ഈ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഉള്ള ജോലികൾ ചെയ്യാൻ പോലും കുട്ടികൾ തയ്യാറാണ്. അതായത് ഏത് ഫാക്ടറിയിലായാലും നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്യൂമേ കൊടുക്കണേ. അപ്പൊ അതുകൊണ്ടൊക്കെ അത് നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെ ഒക്കെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും പലപ്പോഴും ഓരോ നെഗറ്റീവ് അനുഭവങ്ങൾക്ക് ശേഷം മാത്രമേ പലരും മനസ്സിലാക്കുന്നുള്ളൂ. നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ളവർ പോലും പറയാറുണ്ട്, ഈ ജോലി എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം വർക്ക് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് റെസ്റ്റോറൻറ്റുകളിൽ ഉള്ള ജോലികളൊക്കെയാണ്. പക്ഷെ അതിനുപരിയായിട്ട് ലേബർ ജോലികളാണ് പലർക്കും ചെയ്യേണ്ടി വരുന്നത്. ഈ ലേബർ ജോലികൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പോലും കൃത്യമായി ജോലി ചെയ്യാതെയൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ബോഡി പെയിൻ അടക്കം, മീനു പറഞ്ഞ പോലെ ശാരീരികവും മാനസികവുമായുള്ള ബുദ്ധിമുട്ടടക്കം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മീനു അതുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെയൊക്കെ വിചാരം നമ്മൾ ഈ സാധാരണ റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് സെയിൽസ് ചെയ്യുന്നത് പോലെയൊക്കെ ലളിതമായ ജോലി ആയിരിക്കും. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്, അതും ലളിതമാണെന്നല്ല ഞാൻ പറയുന്ന, മണിക്കൂറുകൾ നിൽക്കേണ്ട ജോലിയൊക്കെ ആയിരിക്കാം. പക്ഷെ അതിലുപരിയായി ലേബർ ജോലികൾ, ശരീരത്തെ അമിതമായ സമ്മർദ്ദം വേണ്ടിവരുന്ന ജോലികൾ, റിസ്കി ആയിട്ടുള്ള ജോലി സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യേണ്ടി വരിക, ഇതൊക്കെ ഉണ്ടാവില്ലേ അവിടെ? അതെ, ഇതിനകത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, എന്റെ ക്ലാസ്സിൽ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുട്ടിയാണ്. ഞങ്ങൾ അടുത്തിടെ കണ്ടപ്പോഴാണ് നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത. അതായത് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാക്ടറിയിലാണ്. അവിടെ ഒരുപാട് വലിയ മെഷീനുകൾക്കിടയിലാണ് അതാണ് കിട്ടിയ ജോലി. ഓക്കെ, അത് എടുത്തു. പക്ഷെ അവനൊരു കൈ നഷ്ടപ്പെട്ടു. ഈ ഫാക്ടറിയുടെ ഇടയ്ക്ക് പോയി ഇവന്റെ കൈ നഷ്ടപ്പെട്ടു. പക്ഷെ ഇവനിത് നാട്ടിലോ അല്ലെങ്കിൽ ഒരാളോടോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഓരോ കുട്ടികളും ഇങ്ങോട്ടേക്ക് വരുന്നത്.
എല്ലാവരെയും കോമൺ ആയിട്ട് ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ബാധ്യതകളാണ്. അല്ലെങ്കിൽ എപ്പോഴോ തിരിച്ച് പിന്നെ നാട്ടിൽ വന്നാലും ഈ പറഞ്ഞ എല്ലാവരെയും നമ്മൾ ആക്ഷേപിക്കുക അല്ലെങ്കിൽ പോലും എന്തിനാണ് പിന്നെ കാനഡയ്ക്ക് പോയത്, അല്ലെങ്കിൽ അവിടെ കഷ്ടപ്പാടാണെന്ന് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയതെന്നുള്ള ചോദ്യം ഈ പല ഇടത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് പല കുട്ടികളും തിരിച്ചു പോകാതെ ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ പ്രൊവിൻസ് മാറുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിപ്പോ ഇവിടുത്തെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന പ്രൊവിൻസിൽ ജോലി ഇല്ലെങ്കിൽ നമ്മൾ മറ്റു പ്രൊവിൻസുകളിലേക്ക് പോകാൻ തയ്യാറാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവിടെ ചിലപ്പോൾ അതിശൈത്യമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓൾ ജനറേഷൻ മാത്രം പോപ്പുലേഷനിലുള്ള പ്രൊവിൻസുകളുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് ഇതൊന്നുമില്ല. നമുക്ക് എത്ര ബാധ്യതകളുണ്ട്. ചിലപ്പോൾ ലക്ഷങ്ങൾ എടുത്ത കടം, ലോണ്, ഈ വക കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് പ്രൊവിൻസുകൾ മാറിപ്പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ എല്ലാവരും 18ഉം 20ഉം വയസ്സുള്ളവരല്ല വിദ്യാർത്ഥികളായിട്ട് കാനഡയിലേക്ക് എത്തുന്നത്. 30ഉം 32ഉം വയസ്സുള്ള ആളുകള്, 35 വയസ്സുള്ളവര്, അങ്ങനെ കുട്ടികളായി എത്തുന്നവരുണ്ട്. അപ്പോ എല്ലാവരെയും കോമൺ ആയി ബാധിക്കുന്ന കാര്യങ്ങൾ ഈ ബാധ്യതകൾ തന്നെയാണ്. ശരി. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണത്. ഇതേപോലെ പലരും അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള ബിറ്റർ എക്സ്പീരിയൻസസ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ കുത്തൊഴുക്കിൻ്റെ കൂടെ പോകുന്ന ഈ വിദ്യാർത്ഥികൾ അവർ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് പോകണമെന്നൊരു ഉപദേശം കൂടെ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടിയിരിക്കുന്നു തോന്നുന്നു. ശ്രീമതി ലുബ്ന, ഇപ്പോൾ മീനു പറഞ്ഞതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഈ പറയുന്ന ബാധ്യതകളുടെ ഭാഗമായി അവിടെ എത്തുന്നു. പക്ഷേ വിദ്യാർത്ഥിയായി എത്തുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന് ഈ ജോലി ചെയ്യാനുള്ള പരിമിതമായ സാഹചര്യങ്ങൾ, പലരും ഇപ്പോൾ അവർക്ക് ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ബാങ്കിലുള്ള ഡിപ്പോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക, നാട്ടിലുള്ള മാതാപിതാക്കളെ പലപ്പോഴും പലരും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത്. അതിനപ്പുറമായിട്ട് വീണ്ടും സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകുന്നു. പിന്നെ ഈ ആരോഗ്യപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചികിത്സാ ചെലവ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഇവരെ ഏത് രീതിയിൽ ആണ് ഈ പറയുന്ന നിയമങ്ങൾ രാജ്യാന്തര വിദ്യാർത്ഥികളെ ഇനി ബാധിക്കാൻ പോകുന്നത്? ഈ എല്ലാ മേഖലകളിലും ഈ പ്രശ്നം ഉണ്ടാകുമല്ലോ. അതെ, ജോലിയുടെ കാര്യത്തിൽ ഇപ്പോ 2022 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഏത് കാറ്റഗറി ആയാലും, ലോ വേജ് ആണെങ്കിലും പ്രൊഫഷണൽ കാറ്റഗറി ആണെങ്കിലും എല്ലാത്തിലും ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ വൈശാഖ് മെൻഷൻ ചെയ്ത പോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ എടുക്കൂ എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം, കനേഡിയൻ അല്ലെങ്കിൽ PR ഹോൾഡർ ആണെങ്കിൽ എടുക്കൂ എന്നുള്ള കാര്യമുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ GIC എന്നൊരു കാര്യം നമുക്കുണ്ട്. സ്റ്റുഡൻസ് വരുമ്പോൾ GIC കൊടുത്തിട്ടാണ് വരുന്നത്. GICയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച സമയത്ത് GIC കിട്ടില്ല. അതായത് ബാങ്ക് സെറ്റ് ചെയ്യുന്ന ഡേറ്റിലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് വന്നപ്പോൾ GIC ഉണ്ടല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടെ വന്നത്. പക്ഷെ നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് ആ ഫണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബാങ്ക് ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. കാരണം മന്ത്ലി റെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു $1000 അല്ലെങ്കിൽ $1000 കൊടുക്കുന്നവരും $500 കൊടുക്കുന്നവരുണ്ട്. അതിൽ മന്ത്ലി എക്സ്പെൻസ് ഒരു $1000 മിനിമം എങ്കിലും വരും ഒരു സ്റ്റുഡന്റിന്. അത് മീറ്റ് ചെയ്യാൻ എളുപ്പമല്ല. എസ്പെഷ്യലി പഠിത്തവും ജോലിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സമയത്ത് ജോലി ഇല്ലാതെ ഈ ഒരു എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ കൂടി ഇതുപോലെയുള്ള റൂൾസ് എല്ലാം മാറുമ്പോൾ അതൊന്നും കൂടി സ്ട്രെസ്ഫുൾ ആണ്. ആൻഡ് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോ തിരിച്ചു പോകുന്ന സ്റ്റുഡൻസും ഒത്തിരിയുണ്ട്. അതായത് ലെവൽ 1 പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി കാനഡയിൽ നിൽക്കുന്നില്ല, ഇപ്പോഴേ ഞാൻ തീരുമാനം എടുക്കുന്നു തിരിച്ചു പോകുന്നു എന്ന് പറയുന്നവരും കൂടുതലാണ്. ഞാനിപ്പോൾ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോഴെങ്കിൽ ഒരു 5 കുട്ടികളെങ്കിലും തിരിച്ചു പോകാൻ ഡിസിഷൻ എടുത്ത് പോകുന്നവരും ഉണ്ട്. അപ്പോൾ വരുന്നതിന് മുന്നേ ഇവിടുത്തെ ചാലഞ്ചസിനെ കുറിച്ച് ഒരു അവയർനെസ് വേണമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. കാരണം കാനഡയിലെ വിദ്യാർത്ഥികൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം: കോവിഡിന് മുന്നേയും കോവിഡിന് ശേഷം. കോവിഡിന് മുന്നേ വന്നവർക്ക് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം വന്നവർക്കില്ല. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ മുന്നേ വന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായിട്ട് പറയും. പക്ഷെ കറന്റ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അത് എളുപ്പമല്ല. അതായത് ഫീസ് അറ്റ്ലീസ്റ്റ് ഒരു 4 സെമസ്റ്ററിന്റെ ഫീസ് ഒരുമിച്ചായിട്ട് കൊണ്ടുവന്നാലേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് ദ മൊമെന്റ്. കാരണം ജോലി കിട്ടാൻ പാടാണ്. ആൻഡ് ഓൾസോ PGWP ഇസ് നോട്ട് എ പ്രോമിസ് എന്ന പോലെ ഒരു സിറ്റുവേഷൻ ആണ്. ഓൾസോ PR ഇസ് നോട്ട് എ പ്രോമിസ് എന്നുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഒരു ലോങ് ടേം ആയിട്ട് കാനഡയിൽ താമസിക്കാൻ ഇനിയൊരു ഓൾറെഡി കുറെ ഹേർഡിൽസ് ഉണ്ട്, ഇപ്പൊ ഒന്നും കൂടി കൂടുതൽ ഹേർഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ തിങ്ക് ആൻഡ് ഡിസൈഡ് വൈസ്ലി എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സാഹചര്യത്തില്. ഓക്കെ. വൈശാഖെ, ഇത് ഈ പറയുന്ന പണ്ട് മാർക്സ് പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത് സാമ്പത്തികമായ കാരണങ്ങളാണെന്ന് പറയുന്നത് പോലെ പ്രധാനമായും സാമ്പത്തിക കാരണങ്ങൾ, അതേപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ട സ്വാതന്ത്ര്യം, ഇതൊക്കെ
അതൊക്കെ കാംക്ഷിച്ചാണ് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന്, ആ സംസ്കാരത്തിൽ നിന്ന് വ്യത്യാസമുള്ള മൈലുകൾക്കകലെയുള്ള ഈ രാജ്യത്തേക്ക് ഒന്നും ചിന്തിക്കാതെ ചാടി പുറപ്പെടുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങളുണ്ട് അവിടെ. കാരണം അവിടെ നമ്മളെ സഹായിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരില്ല. മലയാളികളാണെങ്കിൽ പോലും അവർക്ക് എത്ര പേരെ സഹായിക്കാൻ പറ്റും? സഹായത്തിനൊക്കെ ഒരു പരിധിയില്ലേ? അപ്പോൾ ഈ പറയുന്ന നിലവിലിപ്പോൾ വൈശാഖ് അവിടെ പഠനത്തിന് ശേഷം ജോലി ചെയ്യുന്നു. വൈശാഖിന്റെ കേസിൽ വൈശാഖ് കുറച്ചുകൂടി ഫോർച്ചുനേറ്റ് ആയിരുന്നു, ഒരല്പം മുമ്പ് അവിടെ എത്താൻ സാധിച്ചു. അപ്പോൾ നിലവിൽ ഈ വർക്ക് വീസ അല്ല വർക്ക് പെർമിറ്റ് ഉള്ളവരെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? IRCCയുടെ നിലവിലുള്ള റൂൾ പ്രകാരം നിലവിൽ വർക്ക് പെർമിറ്റിൽ കയറി വരെ ഇത് കാര്യമായി ബാധിക്കുന്നില്ല എന്നാണ്. പക്ഷെങ്കിൽ ഇനി നവംബർ 1 ശേഷം വർക്ക് പെർമിറ്റ് കിട്ടുന്നവരെ കാര്യമായി ബാധിക്കും. കാരണം നേരത്തെ ലിബ്ന പറഞ്ഞ പോലെ തന്നെ ഇത് അവരുടെ ഓക്യുപ്പേഷൻ അതുപോലെ തന്നെ അവർ പഠിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പുതിയ വർക്ക് പെർമിറ്റ് പോളിസി കൊണ്ടുവരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ നവംബർ 1 ശേഷമായിരിക്കും IRCC ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കുക. അതിനുശേഷമായിരിക്കും കുറച്ചും കൂടി ഇക്കാര്യത്തിൽ വ്യക്തത വരിക. പക്ഷെങ്കിൽ നിലവിലുള്ള സാഹചര്യ പ്രകാരം നമുക്ക് IRCC കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് സ്പൗസിന് വിസ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന രീതി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെങ്കിൽ നിലവിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് കൊണ്ടുവരാം എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു നിലവിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നാൽ പോലും അത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടില്ല നിലവിൽ. പക്ഷെങ്കിൽ ഇനി വരുന്ന അവർക്ക് സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ അവർ ഹെൽത്തോ അല്ലെങ്കിൽ സ്കിൽഡുമായിട്ടുള്ള വർക്ക് ഇതിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ കാര്യം എന്ന് പറയുന്നത് നവംബർ 1 ശേഷം വരുന്ന സ്റ്റുഡൻസിന് സ്ട്രിക്ട്ലി ലാംഗ്വേജ്, അതായത് IRCC നിലവിൽ പറയുന്നത് ലാംഗ്വേജ് ഓൾറെഡി നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് എടുത്തിട്ടാണ് കാനഡയിലേക്ക് വരുന്നത്. പക്ഷെങ്കിൽ വീണ്ടും ജോലി നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും നമ്മളത് പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വീണ്ടും വരികയാണ്. അതുകൊണ്ട് തന്നെ അതായത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം നിലവിൽ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. നിലവിൽ അത് ലാംഗ്വേജ് എബിലിറ്റി ഇല്ലാത്ത കുറെ പേര് കാനഡയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ തിരിച്ചയക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഒരു ആ ലൈഫ് അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചയക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടികൾ ഉണ്ടാകുന്നതെന്ന് IRCC പറയുന്നത്. എന്നാൽ പോലും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നിലവിലുള്ളവർക്ക് കാര്യമായി ബാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇനി വരുന്നവർക്ക് കാര്യമായി ബാധിക്കുന്നുണ്ട്. കാരണം ഇനി ഹെൽത്ത് അല്ലെങ്കിൽ സ്കിൽഡ് ഇതുമായി ബന്ധപ്പെട്ട കാനഡയ്ക്ക് വർക്ക് കോഴ്സിന് ആവശ്യം എന്താണോ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് എടുക്കാത്തവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ 3 വർഷം എന്നുള്ള വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ 1 വർഷത്തേക്ക് ചുരുക്കാം. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ കാനഡ പുറത്തുവിട്ടില്ല. എന്തായാലും 1-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വിടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഉള്ളവർക്ക് കാര്യമായി പേടിക്കേണ്ട സാഹചര്യമില്ല. പക്ഷെങ്കിൽ PR-മായി ബന്ധപ്പെട്ട പുതിയ നടപടിക്രമങ്ങൾ കാനഡ കൊണ്ടുവരികയാണ്. നിലവിൽ കാനഡയിലുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. പുറത്തുനിന്നുള്ളവർക്കുള്ള PR പ്രിഫറൻസ് കുറഞ്ഞു വരുന്നു. അതാണ് നിലവിലുള്ള പോളിസിയിൽ വ്യക്തമാകുന്നത്. പക്ഷെങ്കിൽ എന്നാൽ പോലും ഒരു പരിധി ആളുകൾക്ക് മാത്രമേ പെർമനന്റ് റെസിഡൻസ് എന്നുള്ള ഒരു നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആ ഡ്രീമിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം പോയിന്റ്സ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള അവർ നിലവിൽ മുന്നോട്ട് വെക്കുന്ന അതായത് പോയിന്റ് സിസ്റ്റം ഉണ്ട്. ആ പോയിന്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇപ്പം നിലവിൽ കോവിഡിന് ശേഷം ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്നത് 460, 470 ആയ കാറ്റഗറിയിലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ 500+ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിലവിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും അത് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം എത്ര പേർക്ക് പ്രാപ്യമാകും എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിന്റെ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ ചില ആശങ്കകൾ മലയാളി കമ്മ്യൂണിറ്റിയിലിടയിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഇടയിലുണ്ട്. നമുക്കൊരിക്കലും ഇല്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. നിലവിലുള്ള സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് തന്നെ അവർ ആശങ്കയിലാണ്. കാരണം അവർ ഹെൽത്തുമായി റിലേറ്റഡ് കോഴ്സുകളിലല്ല, സാധാരണ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെ കിട്ടുമോ, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്തായിരിക്കും, തിരിച്ചു പോകുമോ, അങ്ങനെ ഒരു ആശങ്ക നിലവിൽ വിദ്യാർത്ഥി സമൂഹത്തിനും നിലവിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. മിനു, ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കുമുള്ള ഒരു വാതിലാണ്. നമ്മൾ പരിചയമില്ലാത്ത ഒരു രാജ്യത്ത് പോകുന്നു, അവിടുത്തെ സംസ്കാരം നമ്മൾ പഠിക്കുന്നു, നിരവധി മറ്റു രാജ്യങ്ങളിലുള്ളവരുമായി നമ്മൾ ഇടപെടുന്നു, നമ്മുടെ ഭാഷാപരമായ പരിമിതികൾ മാറുന്നു, മൊത്തത്തിൽ നമ്മുടെ കോൺഫിഡൻസ് മാറുന്നു, പല കാര്യങ്ങളെക്കുറിച്ചും പല ടെക്നോളജിയെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകുന്നു, വേറൊരു രാജ്യത്തെ സിലബസ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിദേശ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്ന ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്.
പക്ഷേ ഈ പണ്ട് കാലത്ത് നമുക്കറിയാം ഈ ഹാർവാർഡ്, ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് ടാറ്റയും മഹീന്ദ്രയും ഒക്കെ പോലെയുള്ളവർ വളരെ ധനാഢ്യരായവർ പോയി പഠിച്ചിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ അത് മാറിയിട്ട് എല്ലാ സാധാരണ യൂണിവേഴ്സിറ്റികളിൽ പോലും സാധാരണക്കാരായ കുട്ടികൾ അവർ ലോണൊക്കെ എടുത്ത് വലിയ ബാധ്യതകളൊക്കെ തലയിൽ ചുമന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വിദ്യാർത്ഥികളിൽ പലരും എത്തിപ്പെടുന്നത് വലിയ ക്വാളിറ്റി ഒന്നുമുള്ള യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലാകണമെന്നില്ല. വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുന്നതായിരിക്കണം. പക്ഷെ അത് പലർക്കും ലഭിക്കുന്നില്ല. അത് ഒരു പ്രശ്നമാണ്. ഇത്രയധികം ബാധ്യതകൾ ഉണ്ടാക്കി അവിടെ പോയിട്ടും ഒരു ജോലിക്കോ അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനോ ഉള്ള ഓപ്ഷൻ അവർക്ക് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ പറയുന്ന വമ്പൻ ബാങ്ക് ലോണുകളും കടബാധ്യതകളും ഒക്കെ തലയിൽ എടുത്തു വെച്ച് നാട്ടിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടെ സമ്മർദ്ദത്തിലാക്കി പോകുന്നവർ എന്ന കാറ്റഗറിയിലേക്ക് വരികയാണ് വലിയൊരു വിഭാഗവും. ഈ അടുത്തിടെ പത്തനംതിട്ടയിലെ ഒരു സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ 60% മുതൽ 70% വിദ്യാർത്ഥികളും കാനഡയിലേക്ക് പോയി. +2 കഴിഞ്ഞ് ഒരു ക്ലാസ്സിലുള്ള അത്രയും വിദ്യാർത്ഥികളാണ് അങ്ങോട്ട് പോകുന്നത്. ഇതെല്ലാം ഒരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അവരങ്ങനെയായി ഇവരങ്ങനെയായി എന്ന് ഏതോ തലമുറയിലുള്ളവർ പറഞ്ഞ് കേട്ട് അത്ര മനോഹരമായ കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു പോകുന്നതാണ്. അപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം മീനു പലരുമായും സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് തന്നെ മ്യൂച്വലി അറിയാവുന്ന നിരവധി പേര് അവിടെയുണ്ട്. നമ്മുടെ ക്രിസ്റ്റീന അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അവരെന്താണ്, ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്, എങ്ങനെയാണ് അവരുടെ പ്രതികരണം? എല്ലാവരും പൊതുവെ പങ്കുവയ്ക്കുന്നത് ആശങ്ക തന്നെയാണ്. ആർക്കും അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് അല്ല ഒരിക്കലും. ഈ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഓരോ പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ കുട്ടികളും ആശങ്കയിലാണ്. ഇപ്പോ ക്രിസ്റ്റീനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അടുത്ത് അതായത് ഞാൻ ചെയ്ത കോഴ്സ് തന്നെ ആ കോഴ്സ് വളരെ നല്ലൊരു കോഴ്സായിരുന്നു. അപ്പൊ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞതുകൊണ്ട് കാനഡയിൽ എത്തിയ ഒരാളാണ് ക്രിസ്റ്റീനെ. അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്. അപ്പോ പക്ഷേ ഈ 1 വർഷത്തിന് ശേഷം ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഇപ്പൊ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് മൂവ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നമ്മുടെ കയ്യിലില്ല. കാരണം ഇനി വരുന്ന റൂളുകൾ എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ ഓരോ ആഴ്ചയിലും പുതിയ റൂളുകൾ വരുന്നു. അല്ലെങ്കിൽ അടുത്തത് പ്രഖ്യാപനം എന്തായിരിക്കും എന്ന് പേടിച്ചിരിക്കുന്നവരെ ഓരോരുത്തരും. ഇപ്പൊ എന്റെ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞു, ഞാൻ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. പക്ഷെ അത് കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയ പോലെ എനിക്ക് 3 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമോ? നമ്മൾ എടുത്തു വെച്ച ലോണുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ ഇതെല്ലാം കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്യാതെ നമ്മൾ കാനഡയിലേക്ക് ഇനിയുള്ള കാലത്ത് വരുന്നത് അത് ഒരിക്കലും നല്ലതാണെന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്നോ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ആർക്കും. ഇപ്പോ വന്ന കുട്ടികൾ വന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ഇപ്പൊ നമ്മുടെ അനുഭവം നമ്മൾ ഇനി ഇങ്ങനെ പറഞ്ഞാൽ അവരത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ അവരത് പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മളെ റിലേഷൻ എങ്ങനെ ബാധിക്കും എന്നൊന്നും നോക്കിയിട്ട് ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള കുട്ടികളോട് പറഞ്ഞ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യണം തന്നെയാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒന്നെങ്കിൽ സ്വന്തം വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിലോ ഒരാളെങ്കിലും കാനഡയിൽ ഉള്ളവരായിരിക്കും. അപ്പോ മുമ്പ് പോയി രക്ഷപ്പെട്ട ആളുകളുടെ കഥ കേട്ടിട്ടാണ് ഉറപ്പായിട്ടും നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഏജൻസികളെ എല്ലാവരെയും ഞാൻ അടച്ച് കുറ്റം പറയല്ല. പക്ഷെ ഏജൻസികൾക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. കാരണം എല്ലാ കോളേജുകളുമായിട്ടും കൃത്യമായിട്ടുള്ള ടൈപ്പ് ഈ ഏജൻസികൾക്കുണ്ട്. ഇപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് GCK എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലാണ് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സ് ആണെങ്കിലും എല്ലാം അപ്ലോഡ് ചെയ്യണം. അതിന്റെ പാസ്വേഡും കാര്യങ്ങളും ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ഏജൻസികളുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ പല കുട്ടികളും പറയാറുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഇയർ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഏജൻസി ത്രൂ തന്നെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് അവർക്ക് കൃത്യമായിട്ടൊരു ഫീസ് കിട്ടും. ഇപ്പോ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിലും രണ്ടാമത്തെ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഞാൻ ഇന്റർനാഷണൽ ഓഫീസിൽ പോയി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ അറിയണേ നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് ഈ നാട്ടിൽ നിന്ന് നമ്മളെ വിട്ടേക്കുന്ന ഏജൻസിക്കാരെ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീസ് അല്ലെങ്കിൽ കമ്മീഷൻ അതിലത്രയും കുറവ് വരും. അപ്പോ അങ്ങനത്തെ കൊള്ള ലാഭങ്ങൾ വെച്ചിട്ട് ഒരുപാട് കുട്ടികളെ കെണിയിൽ ചാടിക്കുക എന്നുള്ളത് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ കുറെ ഫേക്ക് ന്യൂസ് ഇപ്പം കാനഡയിൽ വന്നിട്ട് ആപ്പിൾ പറിച്ച് വിറ്റാലും ജീവിക്കാന്നൊക്കെ ഒരുപാട് തലക്കെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ആകെക്കൂടിന് ഒറ്റ ആപ്പിൾ ട്രീയാ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പോ നമ്മൾ തമാശയായിട്ട് പറയുമെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കി വേണം ഓരോ കുട്ടികളും വരെ. അപ്പൊ പൊതുവെ കാനഡയിൽ അത്തരം ഒരു ആശങ്ക തന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നിലവിലുള്ളത്.
മീനു പറഞ്ഞ വളരെ സത്യമാണ്. കാരണം ഞാനൊരു 10 വർഷം മുമ്പ് ഒരു കനേഡിയൻ ഇമിഗ്രേഷന് വേണ്ടി ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് കൃത്യമായി ഈ പറഞ്ഞ കാര്യമാണ്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പഠനം ഒരു വശത്തൂടെ നടക്കും, മറുവശത്തൂടെ ഒരു 2 കൊട്ട ആപ്പിൾ പെറുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 2 ലക്ഷം രൂപ മാസം അയച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്ന് കൂടുതലായി അന്വേഷിക്കുകയും നമ്മൾ പഠിച്ചതും ഇനി പഠിക്കാൻ പോകുന്നതും ആ ഒരു ഏജിൽ നമ്മൾ ചെലവഴിക്കുന്ന കാശും ഇതെല്ലാം ഒരു കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ കാര്യമായ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മീനു പറയുന്നത് പോലെ അതിന് മാത്രം ആപ്പിൾ മരങ്ങളുള്ള ഒരു രാജ്യവും അതിന് മാത്രം കുട്ടകളിൽ പെറുക്കാൻ മാത്രമുള്ള ആൾക്കാരെ വേണ്ട ഒരു രാജ്യവുമല്ല കാനഡ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അന്ന് ഞാൻ ആ പോക്ക് മാറ്റിവെച്ചു. അതെന്തായാലും നന്നായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ലുബ്ന, ശ്രീ വൈശാഖ് ആൻഡ് ശ്രീമതി മീനു. അത് നിങ്ങളെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് ഇരട്ടി മധുരം കൂടിയാണ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന ഗൃഹാതുരത്വത്തോടുകൂടെ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഇരുന്ന് പറയുന്ന ഓരോ മലയാളികളും സ്വപ്നം കാണുന്നത് മെച്ചപ്പെട്ട ഒരു ജീവിതമാണ്. അത്തരം മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് സ്വപ്നം കണ്ടുപോകുന്ന വിദ്യാർത്ഥികൾ, അതിനായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. തീർച്ചയായും ഈ ഓരോ രാജ്യങ്ങൾക്കും കുടിയേറ്റക്കാരെ ആവശ്യമുള്ളത് അവരുടെ സമ്പദ് വ്യവസ്ഥ മെച്ചമാക്കാനാണ്. പക്ഷേ ആ അവസ്ഥ ഇപ്പോൾ മാറി വരികയാണ്. കുടിയേറ്റക്കാർ അവർക്കൊരു ബാധ്യതയായി മാറുന്ന, അവരുടെ പാർപ്പിട സമ്മർദ്ദം ഉണ്ടാക്കുന്ന, അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുക അവരുടെ ആൾക്കാരുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നു. അവരും സ്വയം പര്യാപ്തമാകുന്നു. അവിടെ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മൾ ഇത്രയധികം സാമ്പത്തിക ബാധ്യതകൾ എടുത്തു വെച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ബാധ്യതകൾ നമുക്ക് പിന്നീട് ഒരു തലവേദനയായി മാറുമോ? കൃത്യമായി ആലോചിക്കുക, തീരുമാനമെടുക്കുക. അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.